പാലക്കാടേക്ക് കരുതി വെച്ചിരുന്ന സ്വതന്ത്രനാരാണ്? പാലക്കാട് ഹോട്ടൽ വ്യവസായിയായ NMR റസാഖ് LDF സ്ഥാനാർത്ഥിയാകും. ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമായിരിക്കും LDFന്റെ പ്രഖ്യാപനം. പ്രിയ ഇളവള്ളി മഠം, അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ തന്നെ UDFന് മറ്റൊരു വിസ്മയം ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട്. പ്രിയയിലേക്ക് പോവുകയാണ്. ആദ്യം പ്രിയ, നമുക്ക് പാലക്കാട് ഈ LDF സ്വതന്ത്രൻ ആരാണ്? പാലക്കാട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും LDFന് എന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അതും ന്യൂനപക്ഷത്തുനിന്ന് ഒരാളെയാണ് LDF CPM നേതാക്കൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നറുക്ക് വീണിരിക്കുന്നത് പാലക്കാട്ടെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ വ്യവസായിയാണ് NMR റസാഖ്. കഴിഞ്ഞ 16 വർഷമായി പാലക്കാട്ടുകാർക്ക് റാവുത്തർ ബിരിയാണി അതീവ രുചികരമായി വിളമ്പുന്ന ഒരു വ്യവസായിയാണ്. ഒരു NMR ഹോട്ടൽ, പ്രത്യേകിച്ചും പാലക്കാട് നഗരത്തിൽ പലയിടത്തും ഇവർക്ക് ഹോട്ടലുകളുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഹോട്ടൽ അസോസിയേഷന്റെ. കഴിഞ്ഞ കുറെ കാലമായി അദ്ദേഹം പൊതുരംഗത്ത് സജീവമാണ്. അപ്പോൾ നേരത്തെ തന്നെ പാലക്കാട്ട് CPMന്റെ നെറികെട്ട നാണംകെട്ട കൂട്ടിക്കൊടുപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. രാഹുലിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ അയാളെ പെണ്ണുപിടിയനാക്കിയത്. രാഹുലിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ അയാളെ ക്രിമിനലാക്കിയത്. രാഹുലിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ അയാളെ ലൈംഗിക വൈകൃതമുള്ളവരാക്കിയത്. രാഹുലിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ അയാളെ ബലാത്സംഗ വീരനാക്കിയത്. രാഹുലിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ അയാളെ പീഡകനാക്കി മാറ്റിയത്. ഇപ്പോ ഇതൊന്നും ഫലിച്ചില്ല എന്ന് കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു അടവ് നയമിറക്കുക. NMR റസാഖിന് ജയിച്ച് കയറാൻ കഴിയുമെന്ന് കരുതിയിട്ടല്ല, മറിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ അജണ്ട CPM നടപ്പിലാക്കുന്നുണ്ട്. ആ അജണ്ടയാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന CJPയുടെ അജണ്ട. എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം, UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം, രണ്ടാം സ്ഥാനത്തുള്ള BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി CPM ഒരു സ്വതന്ത്രനെ ഇറക്കുന്നു. അതും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരാളെ ഇറക്കുന്നു. ഇതുകൊണ്ട് CPMന് നല്ല ഉറപ്പാ, ഒരിക്കലും പാലക്കാട് വിജയിക്കില്ല. പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ CPM ഒരു മുസ്ലിം സ്വതന്ത്രനെ ഇറക്കി കഴിഞ്ഞാൽ വിജയിക്കില്ല എന്നുള്ളത് CPMന് 100% ഷുറാ. പിന്നെ എന്തിനാണ് ആ നെറികെട്ട കളികൾ കളിക്കുന്നത്? കാരണം വേറെ സ്വതന്ത്രനെ കിട്ടായിട്ടാണോ? CPMന് പാലക്കാട് എന്തിന് ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാഞ്ഞിട്ടാണോ? അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് മുസ്ലിം സ്വതന്ത്രനെ തേടി അലഞ്ഞ് ഇപ്പം അവസാനം NMRലേക്ക് എത്തിയിരിക്കുന്നു? ഇവിടെ വളരെ വലിയൊരു ട്വിസ്റ്റുണ്ട്. NMR റസാഖിനെ ആദ്യം സമീപിച്ച ഘട്ടത്തിൽ ഈ റസാഖ് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനില്ല, എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് നിർബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൂടിക്കാഴ്ചക്കുള്ള അവസരം ഉപയോഗിച്ച് അതിലൂടെ ചില ഓഫറുകൾ റസാഖിന് മുന്നിൽ വെച്ചുകൊണ്ട് റസാഖിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെ CPMന് ഈ പറയുന്ന വിജയസാധ്യത ഒട്ടുമില്ലാത്ത പാലക്കാട് മണ്ഡലം, വിജയിക്കില്ല എന്ന് ഉറപ്പായിട്ടും CPMന് അറിയാവുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ NMR റസാഖിനെ ഇറക്കുന്നത് എന്തിനാ? അതും ഒരു ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? അവിടെയാണ് ഞാൻ ഈ പറയുന്ന CJP ഡീലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കണമെങ്കിൽ പാലക്കാട്ടെ പോപ്പുലേഷൻ എടുത്ത് നോക്കിയാൽ അവിടെ വലിയൊരു പ്രാതിനിധ്യം ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്, മുസ്ലിം സമുദായത്തിനുണ്ട്. അവിടെ NMR റസാഖിനെ പോലെയുള്ള ഒരു ബിസിനസ് എംപയറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു ബിസിനസ്സുകാരൻ, ഹോട്ടൽ വ്യവസായത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് പരിചയമുള്ള, പാലക്കാട്ട് ടൗണിൽ മാത്രം 5 ഔട്ട്ലെറ്റുകളുള്ള ഒരു ഹോട്ടൽ വ്യവസായം, അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള റസാഖിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി ന്യൂനപക്ഷ വോട്ടുകൾ, സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ആർക്കാ ലഭിക്കുക? UDFന്, അല്ലാതെ BJPക്ക് കിട്ടൂലല്ലോ. അപ്പോൾ UDFന്റെ വോട്ടുകൾ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ, NMRലേക്ക് കേന്ദ്രീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുവഴി എന്താണ് ലക്ഷ്യമിടുന്നത്? അതുവഴി ലക്ഷ്യമിടുന്നത് ഈ UDF വോട്ടുകൾ NMR റസാഖിലേക്ക് വരുമ്പോൾ ആ വോട്ടുകൾ കുറയുന്നതാർക്കാ, നഷ്ടമാകുന്നതാർക്കാ? UDFനാണ്. അതുവഴി എന്താ സംഭവിക്കാൻ പോകുന്നത്? UDF സ്ഥാനാർത്ഥി തോൽക്കും. എന്നാൽ NMR റസാഖ് വിജയിക്കുമോ? ഇല്ല. പിന്നെ ആര് വിജയിക്കും? സംഘ് പരിവാർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. ഇതാണ്
ആരുടെ കണക്ക് കൂട്ടൽ? CPM-ന്റെ കണക്ക് കൂട്ടൽ. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചില നിരീക്ഷണങ്ങൾ ആര് നടത്തുന്നു? പാലക്കാട്ടെ CPM-ന്റെ നേതാക്കൾ പോലും മറ്റ് നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. NMR റസാക്കിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുക വഴി ഇങ്ങനെ ഒരു വോട്ട് ധ്രുവീകരണമാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നുള്ള ചോദ്യം പാലക്കാട്ടെ CPM നേതൃത്വം ഉയർത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും NMR റസാക്കിനെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിക്കേണ്ട ഗതികേട് CPM-നുണ്ടാകുന്നത്. എന്നാൽ CPM ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അങ്ങനെ വിഘടിച്ച് പോകുന്നതല്ല മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട്. സഖാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, പിണറായി വിജയന്റെ തീട്ടമല്ലടോ മുസ്ലിം സമുദായം നക്കുന്നത്. മുസ്ലിം സമുദായം തിന്നുന്നത് നല്ല ഒന്നാം തരം അരിയാഹാരമാണ്. പിണറായി വിജയൻ രാവിലെ തീട്ടമിങ്ങനെ നീട്ടുമ്പോ അത് നക്കലല്ലടോ മുസ്ലിമിന്റെ പണി. നല്ല അരിയാഹാരം കഴിക്കാനുള്ള കഴിവും പ്രാപ്തിയും സാമ്പത്തിക ഭദ്രതയും മുസ്ലിം സമുദായത്തിനുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു NMR റസാക്കിനെ അവിടെ നിർത്തുമ്പോഴേക്കും എല്ലാ മുസ്ലിമും വന്നിട്ട് NMR റസാക്കിന് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. മനസ്സിലായില്ലേ? ഇവിടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ്. അയാളെ വിജയിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യും. നിങ്ങൾ പല കളികളും കളിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ്? ഇവിടെ വളരെ കൃത്യമായിട്ട് CJP ഡീൽ കൃത്യമായി പറഞ്ഞുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് വിജയിച്ച് കയറും എന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ, ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും CPM-കാരനാണെങ്കിലും ഒക്കെ ഒരു കണക്ക് കൂട്ടലുണ്ട്. ആ കണക്ക് കൂട്ടൽ അവർ പുറത്ത് പറയുന്നത് മറ്റൊന്നാ, അവകാശവാദങ്ങളും വെല്ലുവിളികളും വീരവാദങ്ങളും മറ്റൊന്നാ. പക്ഷേ അവൻ്റെ ഉള്ളിനുള്ളിൽ ഒരു കണക്ക് കൂട്ടലുണ്ട്. അങ്ങനെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി വിജയിച്ച് കയറുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ മാക്സിമം വോട്ട് BJPക്ക് മറിക്കുക. അപ്പം അതുവഴി എന്താ ലക്ഷ്യമിടുന്നത്? അതുവഴി കോൺഗ്രസിനെ തോൽപ്പിക്കുക, UDF-നെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ UDF-ന്റെ പ്രാതിനിധ്യത്തിൻ്റെ എണ്ണം കുറക്കുക. അപ്പോൾ BJPക്ക് കൊടുത്താൽ BJP എന്തായാലും അധികാരത്തിൽ വരൂല, BJP സർക്കാരുണ്ടാക്കൂല എന്നുള്ള കാര്യം ആർക്കുറപ്പാ? CPM-ന് ഉറപ്പാ. അപ്പോൾ അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഈ പറയുന്ന കുണ്ടി കഴുകൽ. ഏത് കുണ്ടി കഴുകൽ? ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കിയവൻ്റെ കുണ്ടി പിണറായി വിജയൻ നക്കി കൊടുക്കും. ആ ഏർപ്പാട് വളരെ കൃത്യമായിട്ടുണ്ട്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താ? കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞാൽ പിന്നെ ഭരണത്തിലെത്താനുള്ള സാധ്യത ആർക്കാ? LDF-നാണ്. അവിടെ ആര് മുഖ്യമന്ത്രിയാവാൻ സാധ്യത? ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത. ആ പോസിബിലിറ്റിക്ക് അനുസരിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ ഒരു ധ്രുവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് വിജയിച്ച് കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മാക്സിമം BJPയെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള കളികൾ, ഏർപ്പാടുകൾ, ഡീലുകൾ നടന്നിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പാലക്കാടും ഈ CJP ഡീൽ. പക്ഷേ CPM-കാരാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തറിയോ? ജനം ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ, ഇപ്പോൾ ഈ ഏപ്രിൽ 9 എന്ന് പറയുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. ഇങ്ങനെ ഓങ്ങി പിടിച്ച് നടക്കുകയാ. ആ കൈ പിണറായി വിജയൻ്റെ കരണക്കുറ്റിയിലാണ് വീഴാൻ പോകുന്നത്. പിണറായി വിജയൻ്റെ കരണക്കുറ്റിയിൽ. എന്നിട്ട് ഒരൊറ്റ തുപ്പ് കാർക്കിച്ച് തുപ്പിയിട്ട് കടക്ക് വിജയ പുറത്ത് എന്ന് അതിനു വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എത്രയൊക്കെ PR-കൾ നടത്തിയിട്ടും അന്തർധാരകൾ സജീവമാക്കിയാലും എത്രയൊക്കെ ഡീലുകൾ ഉണ്ടാക്കിയാലും ആരുടെയൊക്കെ തീട്ടം നക്കിയാലും കേരളത്തിലെ ജനം പ്രബുദ്ധരാണ്. കാത്തിരിക്കുന്നു. ഇന്നലെ ഞാനൊരു കാര്യം കണ്ടിട്ട് ഞെട്ടിപ്പോയി. P. സരീൻ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പുണ്ടല്ലോ, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ, വീട്ടിലിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ച് എനിക്ക് തരുവടാ എന്ന് ചോദിച്ചാൽ നീ എൻ്റെ പോക്കറ്റിലിട്ട് പണമിട്ട് പോയിട്ട് നീ പണിയിട്ട് ഇറങ്ങിപ്പോയിക്കോടാ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പിമ്പുണ്ട്, P. സരീൻ എന്ന് പറയുന്നത്. അവൻ ഇന്നലെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് തൊട്ട് പിന്നാലെ അവനൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ഏത് ബ്രഹ്മാവിനും തടുക്കാൻ കഴിയില്ല, LDF തുടരുമെന്നാണ് അവൻ്റെ അവകാശവാദം. തൊട്ട് പിന്നാലെ ഗോവിന്ദൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. എന്നിട്ടോ
ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോ പാലക്കാട് സരിനുണ്ടോ? ഇല്ല. ഒറ്റപ്പാലത്ത് സരിനുണ്ടോ? ഇല്ല. പട്ടാമ്പിയിലുണ്ടോ? ഷൊർണൂരിലുണ്ടോ? തൃത്താലയിലുണ്ടോ? കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും സരിനുണ്ടോ? ഇല്ല. അവിടെയൊന്നല്ല എന്നെ ഞെട്ടിച്ച വിഷയം. ഞാൻ ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നെടുത്ത് പരിശോധിച്ചു. ആ കമൻറ്റ് ബോക്സിൽ കേരളത്തിലെ ജനം ഈ പരനാറിയെ എത്രമാത്രം വെറുക്കുന്നു എന്നുള്ളത് അവൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പേരിന് ഒരാൾ പോലും, ഒറ്റൊരാള്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഈ കേരളത്തിൽ UDF മാത്രമേ ഉള്ളോ? സരിൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കമൻറ്റ് ബോക്സിൽ പേരിനൊരു കമൻറ്റ്, പിന്തുണച്ചുകൊണ്ടൊരു കമൻറ്റ് ഇടാൻ പോലും ഒരെണ്ണം പോലും ഇല്ല.